4. ജഗദീഷ് ചന്ദ്രബോസ് 1858 1937. ഇന്ത്യയിലെ മഹോന്നത ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ നോബൽ സമ്മാന ജേതാവാകേണ്ട വ്യക്തിയായിരുന്നു. റേഡിയോയെക്കുറിച്ചും റേഡിയോ തരംഗങ്ങളെക്കുറിച്ചും പഠിക്കാൻ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു. 1899 ബോസ് ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിൽ സമർപ്പിച്ച ഒരു പ്രബന്ധത്തിൽ താൻ കോഹിയറർ കണ്ടുപിടിച്ചതായി പ്രഖ്യാപിച്ചു. റേഡിയോ തരംഗങ്ങൾ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പഴയ രൂപത്തിലുള്ള ഒരു യന്ത്രമാണ് കോഹിയറർ. കമ്പിയില്ല കമ്പി സന്ദേശം അയക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച മാർക്കോണി ബോസിന്റെ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തന്റെ ഗവേഷണങ്ങളെ വികസിപ്പിച്ചെടുത്തത്. മാർക്കോണി 1909 നോബൽ സമ്മാനം നേടി. അതേസമയം കമ്പിയില്ല കമ്പിയുടെ ഉപജ്ഞാതാവായ ബോസ് ലോകശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ അംഗീകാരമില്ലാതെ അവഗണിക്കപ്പെട്ടു. എന്നാൽ ഇന്ത്യൻ ശാസ്ത്ര ചരിത്രത്തിൽ ബോസ് അവഗണിക്കാനാകാത്ത ഒരു ശക്തിയാണ്. ജെസ്സി ബോസും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് എന്നും മഹത്തായ പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നു. കൽക്കത്തയിലെ ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണിദ്ദേഹം. 1916 സർ സ്ഥാനം ലഭിച്ച ബോസ് 1920 റോയൽ സൊസൈറ്റിയിൽ ഫെല്ലോ ആയി. വൈദ്യുതി സംബന്ധിച്ച് പല ഗവേഷണങ്ങളും ഈ ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുണ്ട്. സസ്യങ്ങളുടെ പ്രതികരണങ്ങളെയും വളർച്ചയും സംബന്ധിക്കുന്ന ഗവേഷണങ്ങളാണ് ബോസിന്റെ പ്രധാന സംഭാവന. സസ്യങ്ങളുടെ അനുനിമിഷമുള്ള വളർച്ചയും അവയുടെ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്.